പളനി പോയി മുട്ട അടിച്ചോണ്ട് മുടി ചുമ്മൻ വളർന്നു സ്ഥാനത്തുനിന്നൊക്കെ വളർന്നു വരുക. ചേച്ചി ഉറങ്ങിന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. ഓ അനക്കൊന്നുമില്ലേ? വാ പാടി. ഇതെന്താ സന്ധ്യ എപ്പോഴും കയറി കിടന്നങ്ങ് ഉറങ്ങിയോ? ഞാൻ ഉറങ്ങായിരിക്കല്ലേ, നീ എൻ്റെ അടുത്ത് തന്നെ കേൾക്കണത്. ആ ഉറങ്ങണവരൊക്കെ ഉറങ്ങട്ടെ, ഇനിയിപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉറങ്ങാനല്ലേ കിടക്കണത്? ആ പകലും ഉറങ്ങാന്ന് പറയായിരുന്നു. കാരണം ഇനിയിപ്പൊ കുടുംബശ്രീയിലോട്ട് പോകേണ്ടി വരൂലല്ലോ. കനക, എനിക്ക് നിന്റെ പെങ്ങക്ക് ഇപ്പൊ ഈ നിമിഷം ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. നിന്നെ കുറിച്ച് ഓർത്ത് മാത്രം, അല്ലാതെ നിന്റെ ഭാര്യനെ കുറിച്ച് ഓർത്തിട്ടല്ല. നിനക്കൊരാപത്ത് വരാൻ ഞാൻ സമ്മതിക്കൂല. അതെ, ഇവിടെ പൈസയും ചോദിച്ചൊരുത്തി വന്നായിരുന്നല്ലോ, മിനി. അവക്ക് നിന്റെ ഭാര്യ പൈസ കൊടുക്കാന്ന് തീരുമാനിച്ചല്ലോ. ആ നീയും നിന്റെ ഭാര്യ അവക്ക് പൈസ കൊടുക്കുമല്ലോ നാളെ. എവിടെ ഉണ്ടായിരുന്നു? എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടാണോ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്? നിന്റെ ഭാര്യ പൈസ കൊടുക്കും, നിന്റെ ഭാര്യ കുടുങ്ങിക്കോട്ടെ. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനല്ലേ കുടുങ്ങുന്നത്? ചേച്ചിക്ക് എന്താ കുഴപ്പം? ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ തീരുമാനിച്ചോളാം. പഴയ സെക്രട്ടറിക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ഞാൻ നിന്നോട് മാത്രം സംസാരിക്കാൻ. ആ ഓക്കെ. ആ സ്ത്രീ, ആ മിനി എന്ന് പറയുന്ന സ്ത്രീ ഭൂലോക ഊടായ്പാണ്. അവള് ഈ പറയുന്ന പോലെ അവളുടെ ഭർത്താവിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അവള് ഈ പൈസ അവളുടെ കാമുകന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പരിപാടി കാണിച്ചേക്കുന്നത്. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം അങ്ങോട്ട് വരുന്നവർക്കും പോകുന്നവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതിന് പ്രവൃത്തി പരിചയം വേണം. അതുള്ളത് കൊണ്ടും ഇപ്പോഴും ആളുകള് എന്നെ പ്രസിഡന്റ് ആയിട്ട് കരുതുന്നത് കൊണ്ടും ഞാൻ ഇതറിഞ്ഞു. അല്ലാതെ ഇത് ഈ മുട്ടേന്ന് വിരിയാത്ത പിള്ളേർക്ക് പറ്റുന്ന പരിപാടിയല്ല. കൊടുക്കണമെങ്കിൽ കൊടുത്തോ. പക്ഷെ ഈ മിനി ഈ പൈസയും കൊണ്ട് മുങ്ങും. ഈ പറയുന്ന ഭാര്യ കൊടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. ഈ പറയുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ ഈ പ്രാവശ്യം ആളുകളെ സെലക്ട് ചെയ്തില്ല? അറിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കനക. എന്നെ ഇപ്പോഴും പ്രസിഡന്റായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അവരെന്നെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ രക്ഷിക്കുക. നിനക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിക്കുക. നിന്റെ ഭാര്യയുടെ വർത്താനം കേൾക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇപ്പോഴും നീ വിചാരിച്ചോ, നിനക്കൊരാപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഈ കാണാവുന്ന പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൈലൻസ് എന്ന് പറയുമ്പോഴേ ഓർക്കണം, ചേച്ചിയാണ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. എനിക്കൊന്ന് മിണ്ടാതിരിക്കായിരുന്നല്ല. സൈലൻസ്. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ എല്ലാം സഹിക്കും. അത് ഞാനാ പറഞ്ഞത്. അവിടെ കുടുംബശ്രീ കിടന്ന് ഒച്ചയിട്ട് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ചേച്ചിയുടെ ഒച്ച കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു സൈലൻസ് എന്ന് പറഞ്ഞു. ഓ, ആ സൈലൻസ് ആണ് ഇപ്പൊ എടുത്തടിച്ചത്.